ഭീമപുത്രനായ കടോൽക്കച്ചന്റെയും മൗരവിയുടെയും മകനാണ് ബാർബറിക്. ബാർബറിക് തന്റെ ബാല്യകാലം മുതൽ തന്നെ യുദ്ധകല അഭ്യസിക്കുകയും തന്റെ അമ്മയുടെയും ശ്രീകൃഷ്ണന്റെയും കീഴിൽ നിന്ന് ആയോധന കലകൾ പഠിക്കുകയും ചെയ്തു. അതിനുശേഷം ശിവഭഗവാനെയും ആദിപരാശക്തിയെയും തപസ്സു ചെയ്തു. അതിനുള്ള പ്രതിഫലമായി 3 അതിസാധാരണ ബാണങ്ങൾ ലഭിച്ചു. ഈ ബാണങ്ങൾക്ക് 3 ലോകങ്ങളെയും കീഴടക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. മഹാഭാരത യുദ്ധം ആരംഭിച്ചപ്പോൾ ബാർബറിക് അതിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചു. അമ്മയുടെ അനുവാദം ചോദിച്ചപ്പോൾ മൗരവി ഒരു പ്രതിജ്ഞ ചെയ്യിച്ചു. നീ ആ പക്ഷത്തായിരിക്കും നിൽക്കേണ്ടത്, ഏത് പക്ഷമാണോ ഏറ്റവും ദുർബലമായത്. അമ്മയുടെ വാക്ക് പാലിക്കാമെന്ന് ബാർബറിക് ഉറപ്പുനൽകി. അങ്ങനെ പറഞ്ഞു ബാർബറിക് പാണ്ഡവരുടെ അടുത്തേക്ക് പോയി. പാണ്ഡവർ ബാർബറികിന്റെ വരദാനത്തിൽ സന്തുഷ്ടരായിരുന്നു. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ ചിന്തയിലാണ്ടു. ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ ശക്തി പരിശോധിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ആരുടെ പക്ഷമാണ്? ബാർബറിക് സന്തോഷത്തോടെ ഉത്തരം നൽകി, പ്രഭോ, പാണ്ഡവർ ദുർബലരാണ്, അതിനാൽ ഞാൻ അവരുടെ പക്ഷം. പക്ഷേ ശ്രീകൃഷ്ണ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യുദ്ധം തുടങ്ങിയാൽ ശക്തി സന്തുലിതമാകും. അപ്പോൾ നീ വീണ്ടും പക്ഷം മാറ്റുമല്ലോ. ബാർബറിക് ചിന്തയിൽ ആകുകയും കൃഷ്ണന്റെ വാക്കുകൾ സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, യുദ്ധം ആരംഭിക്കുമ്പോൾ നിനക്ക് ഒരു പക്ഷത്ത് നിൽക്കാൻ പറ്റില്ല ബാർബറിക്. നിന്റെ ഉപസ്ഥിതിയിൽ ഈ യുദ്ധം വേറൊരു ദിശയിലേക്ക് പോകും. യുദ്ധം ആണ്. ഈ യുദ്ധത്തിന്റെ ഓരോ ക്ഷണത്തിനും അതിൻ്റെതായ മഹത്വം ഉണ്ട്. നിന്റെ കരുത്ത് ഈ യുദ്ധത്തിന് ഒരു വ്യത്യസ്ത ദിശ നൽകും. അതിനാൽ നീ അതിൽ നിന്ന് പിന്മാറണം. പ്രഭോ, ഈ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നത് എന്റെ ജീവിത ലക്ഷ്യമാണ്. അതിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോകുന്നത് മരണത്തിനു തുല്യമാണ്. പ്രഭോ, അങ്ങ് പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പുത്രാ, നിനക്ക് ഈ യുദ്ധത്തിൽ നിന്റെ സാന്നിധ്യം അറിയിക്കണം. അതുപോലെ ഈ യുദ്ധത്തിൽ ധർമ്മം വിജയിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേയുള്ളൂ. പക്ഷേ ആ മാർഗം എനിക്ക് താൽപ്പര്യമുള്ളതല്ല. എല്ലാം നിന്റെ കയ്യിലാണ്. നിനക്ക് തിരഞ്ഞെടുക്കാം. ഒരു മഹാദാനം. ശ്രീകൃഷ്ണൻ ദുഃഖത്തെയാടെ പറഞ്ഞു, അതെ പുത്ര, നീ ഒരു അതുല്യമായ ത്യാഗം ചെയ്യേണ്ടിവരും. നിന്റെ ശിരസ് ഈ യുദ്ധത്തിനായി ദാനം ചെയ്യണം. ആകെയുള്ള മാർഗം അതാണ്. ബാർബറിക് ഒരു നിമിഷം മൗനമായി. ശേഷം കൃഷ്ണന്റെ കണ്ണുകളിലേക്ക് നോക്കി. പ്രഭോ, എനിക്ക് ഈ ദാനം നൽകാൻ സന്തോഷം മാത്രം. ബാർബറിക് സ്തബ്ധനായി. എന്നിട്ട് പറഞ്ഞു, ശരി പ്രഭോ, പക്ഷേ എനിക്ക് ഈ യുദ്ധം കാണാനുള്ള അനുവാദം അങ്ങ് തരണം. കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, തീർച്ചയായും. ബാർബറിക് തന്റെ ശിരസ് അറുത്ത് ശ്രീകൃഷ്ണനെ ഏൽപ്പിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ ബാർബറികിന്റെ ശിരസ് ഒരു പർവ്വതമുകളിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മഹാഭാരത യുദ്ധത്തിന്റെ ഏക ദൃക്സാക്ഷി നീ ആയിരിക്കും ബാർബറിക്. നിന്റെ ഈ ത്യാഗം ഭൂമി ഉള്ളിടത്തോളം എല്ലാരും വാഴ്ത്തും. നിന്നെ എന്റെ പ്രതിരൂപമായിട്ട് കലിയുഗത്തിൽ പൂജിക്കും. ശ്യാം എന്നും ശീഷ് ദാനി എന്നും പേരുകളിൽ നീ അറിയപ്പെടുന്നതാണ്. കാറ്റു എന്ന പുണ്യസ്ഥലത്ത് നിനക്ക് ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെടും. അവിടെ വരുന്ന ഭക്തരുടെ എല്ലാ ദുരിതങ്ങളും മാറപ്പെടുന്നതാണ്. ഇപ്പോഴും രാജസ്ഥാനിലെ കാറ്റു എന്ന പ്രദേശത്ത് കാറ്റു ശ്യാമ എന്ന പേരിലെ ക്ഷേത്രം പ്രസിദ്ധമാണ്. അവിടെ അനേകം ഭക്തർ തന്റെ ദുരിത നിവാരണത്തിനായി ദിനം പ്രതി എത്തുന്നു. വ്യാസപുരാണത്തിൽ ബാർബറിക് എന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ സ്കന്ദപുരാണത്തിൽ ചാപ്റ്റർ 60-ൽ ഘടോത്കചനും മൗരവി, കാമകണ്ഡക ഇവരുടെയും പുത്രൻ ബാർബറിക് എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ബാർബറിക് എന്ന പേര് വീഴാൻ കാരണവും പറയുന്നുണ്ട്. സ്കന്ദപുരാണം ചാപ്റ്റർ 60 പ്രകാരം ബാർബറിക് എന്ന പേര് അദ്ദേഹത്തിന്റെ രൂപഭംഗിയെയും സ്വഭാവത്തെയും സൂചിപ്പിച്ചു വന്നതാണ്. അദ്ദേഹം ജനിച്ച ഉടനെ തന്നെ പൂർണ്ണ വളർച്ച കൈവരിച്ചു. കൂടാതെ തിങ്ങിനിറഞ്ഞ ചുരുണ്ട മുടിയുണ്ടായിരുന്നു. അതിനാൽ ബാർബര എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഈ പേര് ലഭിച്ചതായി പറയപ്പെടുന്നു. ബാർബര എന്നതിന് 2 വ്യാഖ്യാനങ്ങൾ ഉണ്ട്. ഒന്ന്, വൈഭവോത്ഥായിഡ്, അരുന്ധതമായ അസംസ്കൃതമായ. 2, ധഡ്, കാട്ടുതീജ്വാലയായ അഗ്രേഷനുള്ള. ഈ കഥ ഞാൻ സൃഷ്ടിച്ചതോ സനാതനധർമ്മത്തെ നശിപ്പിക്കാനോ ചെയ്തതല്ല. പുരാണങ്ങളിൽ ചീക്കും സ്കന്ദപുരാണത്തിൽ പ്രതിപാദിച്ചതായ സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ കഥ പല വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. നമ്മുടെ പൈതൃകത്തെയും ധർമ്മത്തെയും അംഗീകരിച്ച് അതിന്റെ ചരിത്രത്തെയും പുരാണങ്ങളെയും മനസ്സിലാക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഞാൻ ഇതിനകം ഈ വിഷയം ആസ്പദമാക്കി കുറെ ബാഡ് കമന്റുകൾ നേരിട്ടിട്ടുണ്ട്. അതിനാലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്.